അങ്ങനെ നിവിൻ വാക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. ലൈവ് കണ്ടവർക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ലൈവ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനിവിടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഞാൻ ഇന്നലെ ഒരു സ്റ്റോറി ഇൻസ്റ്റയിലിട്ട് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീഡിയോ ചെയ്ത സമയത്തും ഞാനങ്ങനെ കാര്യമായിട്ട് ഈ വിഷയങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ തന്നെ നിവിൻ ഇങ്ങനത്തെ ഒരു സീൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പുറത്തേക്ക് വാക്കൗട്ട് ചെയ്തു എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് സംസാരിക്കുമ്പോൾ പലരും ഇല്ല നിവിൻ തിരിച്ചു കയറി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അവർ ലൈവിലും പിന്നെ എപ്പിസോഡിലും കാണിക്കുന്ന കാര്യത്തിൽ എന്ത് ചെയ്യാം, ആധികാരികമായിട്ട് സംസാരിക്കാന്നല്ലാതെ അല്ലാത്ത കാര്യങ്ങളിൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യം രസം കുറവുണ്ട്. ബിക്കോസ് അതിൻ്റെ രസം പോകും അല്ലേ, ക്യൂരിയോസിറ്റി പോകും. പിന്നെ ഇത് എപ്പിസോഡ് മാത്രം കാണുന്നവർക്കാണെങ്കിലും ഒരു ഇതുണ്ടാവും. കണ്ടു എന്തായാലും കാണിച്ചിട്ടുണ്ടാവും. അതെ. അപ്പോൾ ലൈവിൽ നടന്നത് ഗിസേൽ അനുമോൾ ക്യാറ്റ് ഫൈറ്റിൻ്റെ ലൈൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ലൈൻ ഇന്ന് രാവിലെയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ കുറച്ച് പേര് അടിമകൾ അപ്പുറത്ത് പോയിട്ട് പോയിന്റിന് വേണ്ടിയിട്ട് ടാസ്ക് കളിക്കുന്നുണ്ടല്ലോ, സ്വേച്ഛാധിപതി ടാസ്ക് കളിക്കുന്നുണ്ട്. കുറേ പേര് വീട്ടിനകത്ത് അടിമകളല്ലാത്തവരെന്ത് ചെയ്യുന്നുണ്ട്, അനുമോളും ടീമും അതിനകത്തുണ്ട്. അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്നതുമായിട്ടുള്ള പരിപാടികൾ, അടുക്കള പരിപാടി ഓൾറെഡി അവിടെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അനുമോൾ ഒരു സൈഡിൽ. അതിലേക്ക് വീണ്ടും ഗിസയിൽ അനുമോൾ ക്യാറ്റ് ഫൈറ്റ് ആഡ് ആവുന്നു. അതിലേക്ക് മേക്കപ്പ് വരുന്നു. മേക്കപ്പിൻ്റെ ഇഷ്യൂയും പറഞ്ഞ് രണ്ടാമതും അവിടുന്ന് ഒന്നിങ്ങനെ പൊട്ടിത്തെറി തുടങ്ങിയപ്പോൾ അനുമോൾ സൈഡിലിരുന്ന ടിഷ്യൂ പേപ്പറിൻ്റെ സാധനങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്തു, നേരെ ഗിസൈലിൻ്റെ ഫേസിൽ പോയിട്ടൊരു ഒറ്റ തോണ്ട, ഫേസിൽ, അതായത് ഫേസിൽ പോയി തോണ്ടുക ചെയ്തത്. ഫേസ് പോയിട്ട് തോണ്ടി വിട്ട് കാണിക്കാൻ വേണ്ടി മേക്കപ്പ് ഇട്ടു എന്നുള്ളത് ബാക്കിയുള്ളവരും കാണാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ്. സംഗതി എനിക്ക് പേഴ്സണലി അയാളുടെ എന്താ പറയുക, പേഴ്സണൽ പ്രൈവസിയിലേക്ക് അയാളുടെ ദേഹത്തേക്ക് അനുമോൾ ഇടിച്ചു കയറിയത് എനിക്ക് ഒരിക്കലും ആക്സെപ്റ്റബിൾ അല്ല. ഓക്കെ, ഞാൻ ആ ക്ലിപ്പ് ഇവിടെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. അപ്പൊ ഇതാണ് സംഗതി ഉണ്ടായിട്ടുള്ളത്. അനുമോള് ചാടി കയറി നേരെ മുഖത്തേക്ക് പ്രോപ്പറായിട്ട് ഗിസേലിന്റെ ഫേസിലേക്ക് പോയതാണ്. ഗിസേലും വെറുതെ ഇരുന്നില്ല, ഗിസേല് പിടിച്ച് അനുമോളെ പിടിച്ച് ഉന്തും ചെയ്തു. ആ ഉന്തൽ ചെറിയ ഉന്തലല്ല, നല്ല ഒന്നൊന്നര ഉന്തലാണ്. തെറിച്ചു പോയിട്ടുണ്ട് അനുമോള്. അത് ഒന്നും കൂടി പവർഫുൾ ആയിട്ട് ഉന്തിയതെങ്കിൽ ചിലപ്പോൾ അടുക്കളയിൽ നിന്ന് തെറിച്ചിട്ട് അങ്ങനെ മറ്റേ ഫ്രണ്ട് ഡോർ വഴി പുറത്തു പോയിരുന്നു. അമ്മാതിരി ഉന്തലാണ് ഉന്തി വിട്ടിട്ടുള്ളത്. ഇതാണ് ഒരു ഇങ്ങോട്ട് ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് റിഫ്ലക്സ് ഉണ്ടല്ലോ, അത് റിഫ്ലക്സ് ആക്ഷൻ എന്നുള്ള രീതിക്കും വേണമെങ്കിൽ ഇത് പറയാം. ഇല്ലെങ്കിൽ അവളെ തന്നെ തൊട്ടല്ലോ, ഇനിയിപ്പോ ബിഗ് ബോസ് ഞാൻ അവളെ തിരിച്ചു തൊട്ടാൽ ഇത് ഈവൺ ആക്കി വിടും എന്നുള്ള ഒരു ഗിസൈലിന്റെ മൈൻഡും അതിനകത്ത് ഉണ്ട്. പക്ഷെ അനുമോക്ക് ഭയങ്കരമായിട്ടുള്ള ഈ കുനിറ്റ് കുശുമ്പി ഈഗോ സാധനം ഉണ്ട്, നല്ലോണ്ട്. അതുകൊണ്ടാണ് ഇത് കൈവിട്ട് പോയിട്ട് എന്ത് ചെയ്തേ, നേരെ ഗിസൈലിന്റെ മേത്തിക്ക് കയറാനുള്ള രീതിയിൽ ആ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് തുടയ്ക്കാൻ പോയത്. അതെ, അത് ഷാനവാസും അപ്പാനിയൊക്കെ പറയുന്നുണ്ട്, എനിക്ക് അതിന് ആവശ്യമില്ല. ഇവൾ ആദിലും നോറയും പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെ ഒരു അവരുടെ പേഴ്സണൽ പ്രൈവസിയിലേക്ക് കയറുന്ന ആവശ്യം നിനക്കില്ല. ലാലേട്ടൻ വരുമ്പോ പറയാം, ബിഗ് പറയാം. അനുമോളിനെ എല്ലായിടത്തും എപ്പോഴും പറയാം, എല്ലായിടത്തും ക്യാമറ ഉണ്ടല്ലോ. ബിഗ് ബോസ് അനുമോളെ കാര്യം വരുമ്പോ അങ്ങനെ ബാക്കിയുള്ളവരുടെ കേസിൽ ക്യാമറ, അനുമോളെ കേസിൽ ക്യാമറ ഇല്ല. അനുമോള് കരയുമ്പോൾ അത് നല്ല കരച്ചിലും ബാക്കിയുള്ളവർ കരയുമ്പോൾ അത് ഫേക്ക് ഡ്രാമ കരച്ചിലും, അങ്ങനെയൊക്കെയാണ് അനുമോളെ സീന്. അങ്ങനെ ഈ ഇതിന്റെ മുകളിൽ പ്രശ്നം തുടങ്ങി. അപ്പൊ നിവിൻ ഉണ്ട് അവിടെ, നിവിൻ ആ സൈഡിലുണ്ട്. ഈ പ്രശ്നത്തിന്റെ മുകളിലാണ് നിവിന്റെ കാര്യങ്ങൾ പൊട്ടി തുടങ്ങിയത്. ഈ പ്രശ്നം ഉണ്ടായ ഉടനെ പിന്നെ നിവിൻ അവിടെ കാണിച്ചു കൂട്ടിയത് മൊത്തത്തില് ഐ വിൽ ക്വിറ്റ് ദ ഷോ, ഞാൻ ഷോ ക്വിറ്റ് ചെയ്യും, ഒന്നില്ലെങ്കിൽ അനുമോൾ അല്ലെങ്കിൽ. അത് കുറച്ച് ദിവസമായിട്ട് നിവിൻ പറയുന്നുണ്ട്. ഇന്നലത്തെ എപ്പിസോഡിലും അനുമോൾ ഇത് പറയുന്നുണ്ട് നിവിൻ, ഏത് അനുമോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ എന്നുള്ളത്. പിന്നെ നിവിൻ ഇതും പറയുന്നുണ്ട്, അവൻ അച്ചീവ് ചെയ്തു, 0 ആയിട്ട് വന്നതാണ്, പിന്നെ അവൻ അച്ചീവ് ചെയ്തു എന്ന് പറയുന്നത്. ഞാൻ ആ ഒരു നിവിൻ്റെ സീരീസ് ഓഫ് വീഡിയോസ് ഉണ്ട്, അതും കൂടി ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്തിട്ട് ഞാൻ സ്നേഹേൻ്റെ ഫോണിൽ കാണിച്ചു തരാം. ഇവിടെ എന്തൊക്കെയോ സെറ്റപ്പൊക്കെ ഓണാക്കി വെച്ചുകൊണ്ട് ഇടയ്ക്ക് ബാക്കിൽ പിടിച്ച് കഴിഞ്ഞാൽ അത് മറ്റേ സ്ക്രീൻഷോട്ടൊക്കെ വരുന്നുണ്ട്. സ്നേഹേൻ്റെ പ്രത്യേക തരം ഫോണിൻ്റെ സെറ്റിങ്സ് ആണ് തോന്നുന്നു. എന്താ പറയുക, ഞാൻ അതിവിടെ പ്ലേ ചെയ്യാം നമ്മളെ ഫോണിൽ. ഒന്നില്ലെങ്കിൽ അനുമോള് അല്ലെങ്കിൽ കാര്യം പറയാ, അനുമോള് അവിടെ ചെന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും പുഷ് ചെയ്യാണ്ട് പിന്നെ വേറെ എന്താ ചെയ്യേണ്ടത്? അനുമോൾക്ക് അനുമോളിന് മാത്രമായിട്ടാണ് ഇങ്ങനെ പാപ്പർ ചെയ്തെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഈ ഷോയ്ക്ക് എനിക്കിതൊന്നും പറ്റത്തില്ല, സീരിയസ്ലി എനിക്ക് പറ്റത്തില്ല. ദിസ് ഇസ് ദ സെക്കൻഡ് ടൈം അവൾ എന്നെ തൊട്ടതാണ്. ആദ്യം തൊട്ട് നിങ്ങളൊന്നും പറഞ്ഞില്ല, സെക്കൻഡ് ടൈം പിന്നെ എന്നെ തൊട്ട് എന്നെ ഡയറക്റ്റ് എവിക്ട് ചെയ്യണ്ട. എല്ലാ പ്രാവശ്യം, എല്ലാ മാസങ്ങളിലും, എല്ലാ ആഴ്ച, ഇനി കുറച്ച് ആഴ്ചകളുണ്ടല്ലോ, അത് നമുക്ക് ആവശ്യപ്പെടാം. അനുമോളിനെ എല്ലാ ആഴ്ചയിലും
ബിഗ് ബോസ് നോമിനേഷൻ ഡയറക്റ്റ് നോമിനേഷൻ ഇടട്ടെ, അല്ലെങ്കിൽ ഞാൻ എന്റെ ഡിസിഷൻ അത് നമുക്ക് ആവശ്യപ്പെടാനുള്ള റൈറ്റ്സ് പക്ഷെ അതിന്റെ ഇടയിൽ ചെയ്തോട്ടെ. എനിക്ക് വേണ്ട, എനിക്ക് ബിഗ് ബോസ് ഒന്നും വേണ്ട. എന്തിനാ ഗെയിം കളിച്ചപ്പോ ഷാനവാസ്കർ ഞാനോ ഞാൻ ഒന്നും പറയാൻ വേണ്ടി പോകുന്നില്ല. അനുമോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഷോയിൽ ഇല്ല. കാരണം നീ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഷോ മനസ്സിലായോ? ഞാൻ ക്വിറ്റ് ചെയ്തിരിക്കും. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ തമാശ അല്ല പറഞ്ഞത്. അനുമോളെ ഇവിടെ ഇങ്ങനത്തെ വൃത്തിയുടെ എന്റെ തരം കാണും. ഒരു പ്രേഷർ കേട്ടോട്ടെ. ഞാൻ പറയട്ടെ അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നല്ല. അതൊക്കെ എനിക്ക് നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബിഗ് സീറോ ആയിട്ടാണ് ഞാൻ പോയിക്കുന്നത്. പക്ഷെ അനുമോൾ ഇങ്ങനത്തെ ഒരു തോന്നിയാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അനുമോൾക്ക് അഗൈൻസ്റ്റ് ആയിട്ട് നല്ല നടപടി എടുക്കണം, അല്ലെങ്കിൽ അനുമോളെ ഇവിടെ നിന്ന് എവിക്റ്റ് ചെയ്യണം. ഇവിടെ എവിക്റ്റ് ചെയ്തില്ലെങ്കിൽ ഇത് ഇവന് ഈക്വൽ ഞാൻ കിട്ടിയ ഓക്കെ. അപ്പൊ ഇതാണ് നിവിൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇതൊരു 2 മിനിറ്റ് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇന്ന് ലൈവ് കണ്ടവർക്ക് മൊത്തം അറിയാം. ആ സീൻ ഉണ്ടായ മുതൽ നിവിൻ പറയുന്നുണ്ട്, ഞാൻ ഈ ഷോ ക്വിറ്റ് ചെയ്യും, ഞാൻ ഈ ഷോന്ന് ഇറങ്ങിപ്പോവും, അനുമോള് ഒന്നിലേക്ക് നിങ്ങൾ പുറത്താക്കണം, അല്ലെങ്കിൽ എല്ലാ വീക്കും നോമിനേഷനിൽ എന്ന് പറഞ്ഞ പരിപാടിയിലിടണം, ഇല്ലെങ്കിൽ നെവിൻ നിൽക്കില്ല. നെവിൻ പറയുന്നുണ്ട് 0 ആയിട്ടാണ് ഞാൻ വന്നത്, 0 ആയിട്ട് പോയാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിൽക്കില്ല. നെവിൻ ഈ സാധനം കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നെവിന് പോണം. ഇത് 2 വ്യത്യാസമുണ്ട്. അതായത് ഇപ്പൊ പലരും പറയും ഇപ്പൊ രേണുസുതി പോണം എന്ന് പറയുന്നില്ലേ. രേണുസുതി പോണം എന്ന് പറയുന്നത് റിക്വസ്റ്റ് ആണ് അല്ലെ. അവർക്ക് ഫിസിക്കലി മെന്റലി അവർ ഡൗൺ ആയതുകൊണ്ട് പോണം എന്നാണ് അവർ പറയുന്നത്. അവർ അറഗൻസ് കൊണ്ട് പോണം എന്നല്ല അവർ പറയുന്നത്. പക്ഷെ നെവിന്റെ സീൻ അതല്ല. നെവിന് മതിയായി, നെവിന്റെ ആവശ്യം കഴിഞ്ഞു, നെവിന് അല്ലെ താല്പര്യമില്ല. ഈ ഒരു ബോഡി ലാംഗ്വേജിലാണ് നെവിൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ അവർക്ക് റിക്വസ്റ്റ് ആണ് രേണുസുതി പോയി പറയുന്നത്, എനിക്ക് വയ്യ, എനിക്ക് പോകണം. ഓക്കെ, അപ്പൊ ഞാനും പറഞ്ഞിട്ടുണ്ട് ഊരോണ്ട് വയ്യാതെ, അപ്പൊ എനിക്ക് പോകണം. അത് നമ്മുടെ റിക്വസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് അവർ ട്രീറ്റ്മെന്റ് തരും. മെന്റലി നമുക്ക് എന്തെങ്കിലും എന്താ പറയുക, സൈക്കോളജിക്കലി ഡൗൺ ആണെങ്കിൽ അതിനുള്ള സപ്പോർട്ട് അവർ തരും. പക്ഷെ ഇതെന്താ, ത്രെട്ടനിങ് ആണ്. ബിഗ് ബോസിനെ നെവിൻ ത്രെട്ടൻ ചെയ്യാണ്. നിങ്ങൾ അവളെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും, ഒന്നില്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ ഞാൻ. ബിഗ് ബോസ് എന്താ അനുമോളെ പാമ്പർ ചെയ്യാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ബിഗ് ബോസിനെ പ്രവോക്ക് ചെയ്യാണ് ആര്. അല്ല, ഇപ്പൊ ഓൾറെഡി കമന്റ്സിലൊക്കെ വന്നു അനുമോട്ടെ, അത് വേറെ രീതിയില് അനുമോൾക്ക് ഒരു കപ്പ് പദ്ധതി. അല്ല, ഇത് പ്രവോക്ക് ചെയ്തു ബിഗ് ബോസിനെ. ഇവിടെ നമ്മൾ കൃത്യമായി നോക്കേണ്ടത് ഇവിടത്തെ ട്വിസ്റ്റ് എവിടെയാണ് കിടക്കുന്നത് വെച്ചെങ്കിൽ, ആദില നോറ ഇത് ക്യാച്ച് ചെയ്തു. അവിടെയാണ് ബട്ടർഫ്ലൈസിന്റെ ഗെയിം കിടക്കുന്നത് അല്ലെ. കിണ്ണ ഗെയിം, ഒരു രക്ഷയില്ലാത്ത കളിയാണ് ആദിലും നോറയും കളിച്ചത്. ആദില ഓരോ ഇന്റർവെല്ലും ഇവൻ പോവും പറഞ്ഞപ്പോ ഇവരെ വിളിച്ചു വരുത്തി അടുത്ത് നിർത്തി ചോദിക്കുന്നുണ്ട്, നീ ഇത് മാറ്റി പറയില്ലല്ലോ, നീ പോവുന്ന ഉറപ്പല്ലേ? ഇത് അവര് കൃത്യമായി ചോദിക്കുന്നുണ്ട്. കാരണം ആ വീട്ടിൽ വേറെ ആർക്കും അത് മനസ്സിലായില്ലെങ്കിലും ആദിലേക്കും നോറയ്ക്കും ഇതിൽ ഗെയിം ഉണ്ടെന്ന് മനസ്സിലായി. അവരത് തിരിച്ചറിഞ്ഞു. അവര് കൃത്യമായിട്ട് അവിടെ പിച്ച് ചെയ്തു. ആൻഡ് അത് മാത്രമല്ല, ഈ നെവിന് നോറയിനോടും ആദിലിനോടും ഒരു തരം എന്തുണ്ട്, അനുമോളോട് ഉള്ളതിനേക്കാൾ കുറച്ചൊരു കുറവാണെങ്കിലും എന്നാലും ഒരു കൈൻഡ് ഓഫ് ഗ്രഡ്ജ് സാധനം കിടക്കുന്നുണ്ട്. അത് ഇതിനു മുമ്പ് ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം. ചില സ്ഥലങ്ങളിലൊക്കെ നെവിൻ അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തില് നെവിൻ എന്തായി, ഈ സാധനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുക. ഈവൻ കൺഫെഷൻ റൂമിലേക്ക് ഈ പറഞ്ഞ അനുമോളെയും ഗിസൈലിനെയും വിളിച്ചപ്പോ വരെ നെവിൻ പറയുന്നത് അവിടെ ഇരുന്നിട്ട് ഞാൻ പോവും, ഇവളവിടെ ഇരുത്തി കഴിഞ്ഞാൽ പോകുന്നത്. അതെ, പക്ഷെ ഇവിടെ പ്രവോക്കിംഗ് ഗെയിം കളിച്ചാരും അറിയും, ബിഗ് ബോസ് ആണ്. ബിഗ് ബോസിന്റെ അടുത്ത് നെവിൻ പ്രവോക്ക് ചെയ്തപ്പോ ആദില നോറ തിരിച്ച് പ്രവോക്ക് ചെയ്യുന്നതിന് മുമ്പ് നെവിനെ പ്രവോക്ക് ചെയ്തത് ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് ആണ് കളിച്ചത്. ഇവിടെ ബോസിന്റെ കളിയാണ് നടന്നിട്ടുള്ളത്. ബോസ് നീച്ച് നിർത്തി ആദ്യമേ പറഞ്ഞു, മോനെ ഡോർ തുറന്നിട്ടുണ്ട്, നീ ഇത്രയും നേരം ഇവിടെ ഇരുന്ന്. അതായത് കൺഫെഷൻ റൂമിന് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താ പറയുക, ഇതില് ബിഗ് ബോസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരുണ്ടാവും, ആദില നോറനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരുണ്ടാവും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ആസ് എ കണ്ടസ്റ്റന്റ് നമ്മൾ ബിഗ് ബോസ് ഹൗസിന് അകത്ത് പോയാൽ ബാക്കി ക്യാമറ പോലെ അല്ല കൺഫെഷൻ റൂമിന്റെ മുന്നിലുള്ള ക്യാമറ. കൺഫെഷൻ റൂമിന്റെ മുന്നിലുള്ള ക്യാമറയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ കൺഫെഷൻ റൂമിന്റെ മുന്നിലുള്ള ക്യാമറയിൽ പോയിട്ടാണ് നമ്മളെ ആവശ്യങ്ങൾ പറയുക. ഇന്നിപ്പോ നമുക്ക് എന്തെങ്കിലും വേണോ, നമ്മൾ കൺഫെഷൻ റൂമിന്റെ മുന്നിലുള്ള ക്യാമറയ്ക്ക് പോയിട്ട് വേവ് ചെയ്യുമ്പോൾ ക്യാമറ ഇങ്ങനെ തലയാട്ട് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആവും. അതായത് നമ്മളെ ശ്രദ്ധിക്കും, എന്നിട്ട് അത് സൂം ആയിട്ട് നമ്മളെ ഫേസ് ചെയ്ത് വരും. നമുക്ക് നമ്മളെ കാര്യങ്ങൾ അവിടെ ഡിമാൻഡ് ചെയ്യാം, റിക്വസ്റ്റ് ചെയ്യാം. ഇതൊക്കെ കൺഫെഷൻ റൂമിന്റെ മുന്നിലെ ക്യാമറ എന്ന് പറയുന്നത് മെയിൻ ക്യാമറയാണ്. അവിടെ 24/7 ബിഗ് ബോസിന്റെ ടീമും ആളുകളും അവിടെ ഉണ്ടാവും. ബാക്കി ക്യാമറകൾ പോലെയല്ല.
അപ്പൊ നമ്മൾ കൺഫെഷൻ റൂമിന്റെ ക്യാമറയുടെ മുന്നിൽ പോയിരുന്നിട്ട് ഒരു കാര്യം പറയുമ്പോൾ അതിന് നമുക്ക് കൃത്യമായ വ്യക്തത വേണം. മനസ്സിലായില്ലേ? ചുമ്മാ പോയിരുന്നിട്ട് തമാശക്ക് നമുക്കത് പറയാൻ പറ്റില്ല. ഇത് ഇവൻ കൺഫെഷൻ റൂമിന്റെ ക്യാമറയുടെ മുന്നിൽ പോയിട്ട് അപ്പാനി സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി പറയുന്നുണ്ട്, അവൾ എവിടെ നിർത്തിയാൽ ഞാൻ ക്വിറ്റ് ചെയ്യും. നിങ്ങള് ബിഗ് ബോസ് അനുമോളെ പാമ്പർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല, ഐ വിൽ ക്വിറ്റ് ദ ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷും പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അത് ബിഗ് ബോസിനെ പ്രൊവോക്ക് ചെയ്ത ബിഗ് ബോസ് ആ ഷോ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ, ആ ഷോന്റെ മുകളിൽ ഇരിക്കുന്ന ആളുകൾ, അവരെ പോയി പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇവനെ തിരിച്ച് പ്രൊവോക്ക് ചെയ്യാതിരിക്കുമോ? കൃത്യമായിട്ട് ചോദിച്ചത് അതാണ്. ആ ബിഗ് ബോസിന് ഈ എപ്പിസോഡ് അതാ ചോദിച്ചത്. നിങ്ങൾക്ക് എപ്പിസോഡിൽ കാണാം. ഒരു കണ്ടസ്റ്റന്റ് പറഞ്ഞ വേറൊരാൾ ഒഴിവാക്കുവോ? അഭിപ്രായം ഏറ്റെടുക്കും. ഫിസിക്കൽ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ രസം നിൽക്കുക. അത് ജിസേലാണെങ്കിലും ഒന്നും പറയണില്ല, പുറത്താക്കണം. ജിസേലും അനുമോളും അവരുടെ സാധനങ്ങളിൽ അവർക്ക് അറിയാം ഇതൊരു കണ്ടന്റ് ആണ് എന്നും. ഇതിന്റെ മുകളിൽ ലാലേട്ടൻ കുറച്ച് ചർച്ച ചെയ്യുന്നു, ഒരാഴ്ച ഇത് കത്തുന്ന അറിയുന്നതുകൊണ്ട് അവരത് ആ ലൈനിലായിട്ട് വിട്ടു. കൺഫെഷൻ റൂമിൽ അന്ന് ലാലേട്ടൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവൻ പെട്ടു. ഇവൻ നീച്ചപ്പോ ബിഗ് ബോസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അനുമോളും ഗിസേലും തമ്മിലുള്ള വിഷയത്തിനകത്ത് നിവിൻ എന്താണ് ആവശ്യം, നിവിന്റെ റോൾ എന്താ? അപ്പൊ നിവിൻ പറയുന്നത് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് കുറെ തട്ടി കളിച്ചപ്പോ ബിഗ് ബോസ് വീണ്ടും ചോദിച്ചു, നീ കൃത്യമായിട്ട് പറ, കൺഫെഷൻ റൂമിന്റെ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് നീ എന്താ പറഞ്ഞ? അതിലവൻ പറഞ്ഞു, ഞാൻ ഇവരെ നിർത്തിയാൽ ഞാൻ പോവും, അനുമോളെ നിർത്തിയാൻ പോവും. എന്നാ മെയിൻ ഡോർ ഓപ്പൺ ആണ്, നീ വിട്ടോ എന്ന് പറഞ്ഞു. ഇന്നൊരു മെയിൻ ഡോർ ആണ് ഓപ്പൺ ആയി. സത്യത്തിൽ അവിടെ നിവിൻ ഞെട്ടിയിട്ടുണ്ട്. ഒരു സ്പോട്ടിൽ നിവിൻ ബബ്ബ അടിച്ച് നിവിൻ ഞെട്ടി. പക്ഷെ ഒരു ഒറ്റ സെക്കൻഡോട് നിവിൻ അത് റിക്കവർ ആയി. നിവിൻ റിക്കവർ ആയ ഉടനെ നിവിൻ പറഞ്ഞു, ഞാൻ പോവാണ്, എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല, ഞാൻ പോവാണ് നിവിൻ പറഞ്ഞു. ആ പറഞ്ഞതോടുകൂടി അവിടെ ആദില നോറയുടെ ഗെയിം. അത് ഞാനിവിടെ വെക്കാം. ആദില നോറ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കണ്ടോട്ടാ. Community, yes. Right? I never see a one word yes. for your community. You yes. ചെയ്തിട്ടുണ്ടോ? അതായത് ആദില നോറ, അതിൽ തന്നെ നോറ ഹെവി പ്രൊവോക്കിംഗ് ആയിരുന്നു. ബിഗ് ബോസ് പ്രൊവോക്ക് ചെയ്ത് ഇങ്ങോട്ട് ഇട്ട് കൊടുത്ത സാധനം നോറ കയറി പിടിച്ചിട്ട്, നീ നട്ടലുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ, നീ പറഞ്ഞ വാക്കിന് വിലയുള്ള ഒരുത്താണ്, നീ പോണം എന്ന് പറഞ്ഞു. അവിടെ കൊണ്ടു. അത് കൊള്ളാൻ വേറൊരു കാര്യമുണ്ട്. ആ വീട്ടിലെ വേറെ ആര് പറഞ്ഞാലും ഇവർക്കത് കൊള്ളില്ലായിരുന്നു നെവിന്. ആദില നോറ പറഞ്ഞപ്പോഴാണ് നെവിന്റെ മനസ്സിലുള്ള ആ സാധനം പുറത്ത് വന്നേ, കമ്മ്യൂണിറ്റി. ഇവൻ അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അത് ബീപ്പ് അടിച്ചിട്ടുണ്ട് ലൈവിൽ. ആ സാധനം എന്ത് ചെയ്തിട്ടുണ്ട്, കേൾപ്പിച്ചിട്ടില്ല. ആ സാധനം എഫ് വേർഡ് ആയിരിക്കാം എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. കാരണം അങ്ങനെ എഫ് എം പി ഒക്കെ വന്നാലാണ് ഇവിടെ ഈ സാധനം എന്ത് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക, മ്യൂട്ട് ചെയ്യുക. ആ സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ഓവറായിട്ട് എന്തായി, പ്രൊവോക്ഡ് ആയി. അവിടെ ഇവൻ റൂമിൽ കയറിയ സമയത്ത് നൂറ വന്നിട്ട് സംസാരിക്കുമ്പോ ഗിസേല് ചോദിക്കുന്നുണ്ട്, അവൻ എന്താ കമ്മ്യൂണിറ്റിയെ പറഞ്ഞത്. അപ്പൊ നൂറ അവിടുന്ന് പറയുന്നുണ്ട്, അവൻ ആരാണ് അത് പറയാന്ന് ചോദിക്കുന്നത്. അതായത് ആ ബാഡ് വേർഡ് ഉപയോഗിച്ചതിനാണ് നൂറ് അവിടെ ഡിഫെൻഡ് ചെയ്ത ആ സാധനം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർ റൂമിനകത്ത് കയറി ഇവരോട് മാത്രം പറയുന്നുണ്ട്, എനിക്ക് സ്പേസ് വേണം, ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്ത് വന്ന് നിങ്ങൾ എന്ത് ചെയ്തു. അത് നിവിന് പൊളിയാളൊരു കാര്യം ഞാൻ പറയട്ടെ എന്തായിരിക്കും എന്നുള്ളത്. ബർത്ത്ഡേക്ക് ഇവർക്ക് വിഷസ് അയച്ചത് നാദിറ, BH ചേച്ചി, അങ്ങനെ കുറച്ച് ആളുകളാണ്. ഇവൻ അപ്പൊ, കാരണം ഞാനൊരു കാര്യം പറയാം, നിവിന് ഈ കമ്മ്യൂണിറ്റികളെ അറിയാത്തതൊന്നുമല്ല. കമ്മ്യൂണിറ്റിയിൽ പെട്ടവരും കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ആർക്കും അറിയാം. നിവിന് നന്നായിട്ട് അറിയാം. നിവിൻ ഇവിടെ വന്നിട്ടുള്ളത് അവന്റെ എന്താ പറയാ ഫാഷൻ കൊറിയോഗ്രാഫർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാഗിന്റെ മുകളിൽ വേറൊരു ടാഗും ആയിരിക്കില്ല, നിവിനില്ല. പക്ഷെ ആദില നോറ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് വന്നതാണ്. ലെസ്ബിയൻ കപ്പിൾസ്, ലെസ്ബിയൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ സാധനം കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് വന്നതാന്നുള്ളത് അവർ തുറന്നു പറഞ്ഞു വന്ന ആൾക്കാരാ. അവർക്ക് ഇനി വന്നിരുന്നിട്ട് 24/7 ലൈവിലും എപ്പിസോഡിലും കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കമ്മ്യൂണിറ്റി ഞങ്ങൾ അത് പറയേണ്ട ആവശ്യമില്ല. അവർ ജീവിക്കുന്നതും അവരവിടെ റെപ്രസെന്റ് ചെയ്യുന്നതും അവരവിടെ പ്രൊജക്ട് ചെയ്യുന്നതും എന്താണ്, അവരുടെ കമ്മ്യൂണിറ്റിയും അവരുടെ ലൈഫുമാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ക്വസ്റ്റ്യൻ ഇറ്റ്സ് റിലവന്റ് ക്വസ്റ്റ്യൻ. അവിടെ സത്യത്തിൽ നെവിന്റെ മനസ്സിൽ നിന്ന് എന്ത് വന്നു, ഈ കമ്മ്യൂണിറ്റി സാധനം ആ ബർത്ത്ഡേ വിഷു എല്ലാം കൂടി കൂട്ടി കുഴച്ചപ്പോ
ഇവർക്ക് സപ്പോർട്ട് ഓൾറെഡി ഉണ്ട്, കമ്മ്യൂണിറ്റി സപ്പോർട്ട് സാധനം. അപ്പൊ പോണ വഴിക്ക് എന്തായാലും ഞാൻ പോകാൻ തീരുമാനിച്ചു. എന്നാ പിന്നെ ഇത് കൊളത്തിട്ടിട്ട് പോവാന്നുള്ള രീതിക്കാണ് ഈ സാധനം പറഞ്ഞിട്ടിട്ട് ആരിറങ്ങിപ്പോയത്, നെവിൻ ഇറങ്ങി പോയിട്ടുള്ളത്. കാരണം അത് അവിടെ പറയേണ്ട കാര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് പോവാൻ പറഞ്ഞു ഇവരോട് ഇത് എന്തെങ്കിലും പറയണേ. ഏറ്റുപിടിക്കാൻ ആൾക്കാരുണ്ടാവും അവിടെ. ഇനി തിങ്ക് ചെയ്യും, ഇഫ് സപ്പോസ് നെവിൻ തിരിച്ച് കേറിയില്ല, നിവിനെ തിരിച്ച് കയറ്റിയില്ല. നമുക്ക് പറയാൻ പറ്റില്ല, റെയർ ഓഫ് ദ റെയർ ചാൻസ് ആണ് എന്ത് നിവിനെ തിരിച്ച് കയറ്റാനുള്ളത്. ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുമ്പോൾ പലരും എന്നോട് പറയുന്നുണ്ട് നിവിൻ ഇന്ന് കയറി ഇപ്പൊ കയറി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയാം, ബിഗ് ബോസിനെ വെല്ലുവിളിച്ച് ബിഗ് ബോസിന് റെസ്പെക്ട് ഇല്ലാതെ ബിഗ് ബോസ് പോകാൻ പറഞ്ഞപ്പോ, അതായത് ഈ ഷോയിൽ കിട്ടാൻ എത്ര വലിയ പാടാ. ഈ ഷോയിൽ കിട്ടുന്നതിനെ വർഷങ്ങളോളം കാത്തിരിക്കണം, ഇന്റർവ്യൂസ് ഫുൾ അറ്റൻഡ് ചെയ്യണം. ജസ്റ്റ് ഏതോ ഒരു കച്ചറേന്റെ മുകളിൽ ആർക്കോ വേണ്ടി അവള് നിൽക്കുന്ന, അതായത് അവന്റെ പ്രശ്നം പോലും അല്ലാത്തൊരു വിഷയത്തില് അവൻ ഇത്രയും പുല്ല് പോലെ ഒരു ഷോയിൽ ഒരു സാധനം ഇട്ടിട്ട് വലിച്ചെറിഞ്ഞ് പോരണമെന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ അവനെ തിരിച്ചു കയറ്റിയിട്ട് ബിഗ് ബോസിന്റെ റെപ്യൂട്ടേഷൻ കളയുന്ന എനിക്ക് തോന്നുന്നില്ല. ചാൻസ് കിട്ട എത്ര പേര് ഇവിടെ കിടക്കാണ്. അപ്പൊ അതൊരിക്കലും എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിന്റെ ടീം അവനെ തിരിച്ച് കയറ്റുന്നു. കയറ്റിയാൽ ഓക്കെ, ഇനിയിപ്പോ അവൻ കളിക്കുന്ന ഗെയിമോ അവൻ കളിക്കുന്ന കാര്യങ്ങളിലൊക്കെ അവനെ കയറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെ, ഞാൻ പറയല്ലേ ആസ് എ ഗെയിമർ അടിപൊളിയാണ്, അവൻ നന്നായി ഗെയിം കളിക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്, ടോപ്പ് 5 എത്താനുള്ള എല്ലാ പൊട്ടൻഷ്യലുള്ള ഒരു കണ്ടന്റ് മേക്കർ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നിവിന്റെ ആ ഒരു അല്ലെ കോമഡി കാര്യം. ചില സാധനങ്ങളൊന്നും ഇഷ്ടമല്ലെങ്കിൽ സത്യം അതെ, കാരണം നല്ലൊരു എന്റർടൈനർ ആണ്, നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ നല്ല കുറെ ഫണ്ട് നല്ല എൻജോയ് ചെയ്ത സാധനം. ഇനി കേറിയാലും നമുക്ക് വിരോധമില്ല, ഒരു ദേഷ്യം അവനോടില്ല. പക്ഷെ ഇതിന്റെ മേക്കേഴ്സ് അവനെ കയറ്റും എന്നുള്ളതിൽ എനിക്ക് നല്ല സംശയമുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ബിഗ് ബോസ് ഷോയിൽ അവരുടെ മേക്കേഴ്സ് ആണ് എല്ലാം. അവർക്ക് ഒരു നിവിൻ ഉണ്ടാക്കാം, അവരൊരു സ്റ്റോറി ലൈൻ വെക്കാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അടുത്തൊരാളെ കൊണ്ടുവരാം, ഇതേ സാധനം വെക്കാം, ഷോ മുന്നോട്ട് കൊണ്ടുപോകാം. ബിക്കോസ് ഷോ തുടങ്ങിയിട്ട് ആകെ 4ാമത്തെ ആഴ്ചയായിട്ടുള്ളൂ, ഇനി എത്രയോ ആഴ്ചകളുണ്ട്. നിവിനെയും മറക്കും, എല്ലാരെയും മറക്കും നാട്ടുകാർ. ഇപ്പത്തെ ഒരു ഹൈപ്പ് ഇട്ട് കൊടുത്തത് മാത്രം എന്താണ്, നിവിനൊരു സംഗതിയായിട്ട് നിൽക്കും. വീട്ടിനകത്ത് കയറിയില്ലെങ്കിൽ പുറത്താണെന്നുണ്ടെങ്കിൽ നിവിൻ എന്താവും, ഈ സാധനം ഏത് രീതിയിൽ അടിക്കുമെന്ന് എനിക്കറിയില്ല. പോസിറ്റീവായിട്ട് അടിക്കുമോ നെഗറ്റീവായിട്ട് അടിക്കുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ആദില നോറ അല്ലേ, ഞാൻ പറയാലോ, ആദില നോറയ്ക്ക് ഇതൊരു ഹെവി പോസിറ്റീവാണ്. അനുമോള് ഒളിച്ച പോലെ അവര് ഒളിച്ചില്ല. ലോക കള്ളി അനുമോള് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അവിടെ ഇരുന്ന് പോയി ഷോ അപ്പുറത്ത് പോയിരുന്ന് കരയുക, എന്നിട്ട് പറയും ഇതെല്ലാം കൂടി എന്റെ തലയിലാവുക, എല്ലാം കൂടി എന്റെ തലയിലാവുമോ, അതാണ് ഇവൾക്ക് ടെൻഷൻ. അല്ലാതെ പോയതിനോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. നാട്ടുകാര് പ്രേക്ഷകർ എന്ത് വിചാരിക്കുന്ന ചിന്തയാണ് അനുമോള്. കള്ളത്തരാണ്, അത് സത്യം ഭയങ്കര ഇതായി പോയി. എനിക്ക് ആദ്യം അത് അറിഞ്ഞതുമില്ല, അതിൽ നീ ഒന്നും ഏറ്റെടുക്കാൻ ഞാൻ ഏറ്റെടുത്തോളാം. അതിലെ ഗെയിമാ, കാരണം അതിന്റെ ക്രെഡിറ്റ് അനുമോക്കും ഉണ്ടായ, അനുമോക്ക് ഇനി മാസം അനുമോളിൽ അപ്പോൾ ഇത് ഇല്ലേ, അനുമോക്ക് അത് കിട്ടായിരുന്നു നന്നായി. അതും കൂടി അനുമോക്ക് കിട്ടിയെങ്കിൽ അത് അനുമോന്റെ ഫാൻസ് ഇനി വെച്ചാഘോഷിക്കും. അവനെ പുറത്താക്കിയതിന്റെ ക്രെഡിറ്റ് എന്ന് പറയും. ഞാൻ വേറെ കാര്യം പറയാം, അക്ബറിനാണെങ്കിലും ബിന്നിക്കാണെങ്കിലും ഷാനവാസിനൊക്കെ ആണെങ്കിലും ഇപ്പൊ പോയതിന് ഒരു കുഴപ്പമില്ല. അവർക്ക് തുടക്കത്തിൽ ഇങ്ങനെ നീ എന്തിനു പോയി അല്ലെങ്കിൽ അവൻ എന്തിനു വിട്ടു എന്നുള്ളതിന് അവര് ഭയങ്കര ഹാപ്പിയാണ്. അതിൽ അവര് കുറച്ചും കൂടി അല്ലെ തിങ്ക് ചെയ്യുന്ന ഗെയിമേഴ്സ് ആയതുകൊണ്ട് അക്ബറും ബിന്നിയും ഷാനവാസൊക്കെ ഈ സാധനത്തിൽ ഹാപ്പിയാണ്. അനീഷും സീനൊന്നും കാരണം അവർക്ക് അറിയാം ഏതെങ്കിലും ഒരു പോവാണെങ്കിൽ പോയിക്കോ. അതിനുള്ള ആൾക്കാരെ പോവല്ല വേണ്ടേ, പിടിച്ചു നിർത്തിയിട്ട് കാര്യമില്ലല്ലോ, പോയാൽ പോട്ടെ എന്നുള്ള മൂഡിലാണ്. അനുമോള് പറഞ്ഞ പോലെ എന്നെ എല്ലാവരും പുറത്താക്കാൻ നോക്കും. പിന്നെ ഗെയിം അറിയാൻ പുറത്താക്കാനുള്ള കളിയില്ല, അത് പിന്നെ എല്ലാ 18, 19, 20 പേരൊക്കെ അവിടെ കയറിയിരിക്കും അവസാനം വരെ. അപ്പൊ എന്താണെങ്കിലും അതങ്ങനെ കളിച്ചു, ബിഗ് ബോസ് കളിച്ചു, നൂറ് അത് ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞല്ലോ, നൂറിയും ആദിലും ഇതുവരെ ഞാനും കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു അവരെന്താ ചെയ്യണേ, അവരൊന്നും ചെയ്യുന്നില്ല പ്രത്യേകിച്ച്. പക്ഷെ അവര് ഇന്ന് കളിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഗിസേലിന്റെയും അനുമോളുടെയും ഗെയിമിന്റെ മുകളില് ഒരു എൻറ്റയർ ഷോന്റെ ഒരു സ്ട്രാറ്റജി തന്നെ മാറുന്ന രീതിയിൽ അവർ കളിച്ചു. ഒരു സ്വച്ഛാധിപതിയായിട്ട് അവിടെ നിന്ന് ടാസ്ക് ചെയ്തിരുന്ന ആളെയാണ് അവരെടുത്തിട്ട്. അടുത്ത സ്വച്ഛാധിപതിനെ തെരഞ്ഞെടുക്കുമ്പോ ഇവര് വന്നാണ്ടല്ലോ കളി മാറും. അപ്പൊ വരെ സാധനം പുറത്തു വരും. എനിക്ക് തോന്നുന്നത് ഇത് സ്വച്ഛാധിപതി എന്ന് പറഞ്ഞ സാധനം വെറുതെ ബിഗ് ബോസ് കൊണ്ടുവന്നിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. അതായത് ഈ ഷോന്റെ പണിപ്പുര അതിനെ ചുറ്റും ഇത് മാറും, ഈ ഡയമെൻഷൻ മാറും. ഈ സിനിമയല്ലേ ജെൻഡർ ചേഞ്ച്, അതേപോലെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് 1 മാസം 1.5 മാസം ആകുമ്പോഴത്തേക്കും ഇതിന്റെ സാധനം മാറും. വേറെ എന്തെങ്കിലും, ഈ പണിപ്പുര മാത്രമല്ല, ഇതിലേക്ക് ഇനി വേറെ എന്തെങ്കിലും ഒരു എലമെന്റ്. കഴിഞ്ഞ പവർ ഹൗസും അത് നിർത്തിയത് ഇത് ഇതേപോലെ എന്തെങ്കിലും ആഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇപ്പൊ ഇൻഡിവിജ്വൽ കളിയാണെങ്കിൽ ഇനി അടുത്തത് ഗ്രൂപ്പ് വെച്ച് കളിക്കണ എന്തെങ്കിലും ഒരു ഐറ്റം, അതായത് സ്വച്ഛാധിപതി ഇവരൊന്ന് ടെസ്റ്റ് ചെയ്താണോ എനിക്ക് സംശയമുണ്ട്. അത് ക്ലിക്കായി. ഇനി എനിക്ക് തോന്നുന്നത് അങ്ങനെ കുറച്ച് പവറുള്ള ഒരു കൂട്ടം ആളുകളും പവർ ഇല്ലാത്ത ഒരു കൂട്ടം ആളുകളും അടിമകളും തമ്പുരാന്മാരും മാതിരിയുള്ള സെറ്റപ്പിലേക്ക് നമ്മൾ തുടക്കത്തിൽ തുറക്കുന്നവരൊക്കെ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ആ എലമെന്റുകളൊക്കെ വരാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. കാരണം എന്താ പറയുക, ഇത് ആളുകൾക്ക് കൊണ്ടു തുടങ്ങി. കാരണം അധികാരമുള്ളവന് എല്ലാം കിട്ടുന്നുണ്ട്, അധികാരം ഇല്ലാത്തവനൊന്നും ഇല്ലാതെ ആവുമ്പോൾ അവർക്ക് അത് പ്രൗഡ് ആവുന്നുണ്ട്. എസ്പെഷ്യലി അനുമോളെ പോലുള്ളവരൊക്കെ നമ്മൾ കണ്ടതാണ്. അയ്യോ അവര് പറഞ്ഞത് നമ്മൾ എന്തിനാണ് അനുസരിക്കുന്നത്, മറ്റൊരു ടാസ്ക് വരുമ്പോ അപ്പോഴും ഇതിന് മനസ്സിലാവണില്ല.
ഒരു രക്ഷയില്ലാത്ത ഗെയിം അല്ലെ. ആദിലും നോറിയും കളിച്ച കളി മോനെ. കാരണം കൃത്യമായ ചോദ്യമാണ്. അവര് ഇവൻ പുറത്ത് പോകുന്ന പറഞ്ഞു തുടങ്ങിയപ്പോഴേ ചോദിക്കുന്നുണ്ട്, പോകുന്ന ഉറപ്പല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവര് പുറത്താക്കി. എന്താ പ്രശ്നം? ആർക്കും അവിടെ കുഴപ്പമില്ല. ഒരാളും അതിന് വേണ്ടിയിട്ട് ഇനി കരഞ്ഞിട്ടോ അല്ലെങ്കിൽ നിവിൻ കാരണം നിവിന്റെ ഓപ്ഷൻ ആയിരുന്നു പോണോ പോണ്ടേ എന്നുള്ളത്. പക്ഷെ വേറെ കാര്യമുണ്ട്, നിവിൻ പോവാതെ അതിനകത്തിരുന്നെങ്കിൽ നിവിൻ ചത്തിരുന്നു. ഇതുവരെ ഇപ്പൊ നിവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകൾ അടക്കം നിവിനോട് പറയും ബാക്കിന് വിലയില്ലാത്തവനെ എന്ന് പറഞ്ഞിട്ട് നിവിനെ. അങ്ങനെയാണ് അവരവിടെ പ്രവചിക്കുന്നത്. നട്ടലുണ്ടെങ്കിൽ പോ, ആണാണെങ്കിൽ പോ, അങ്ങനെയൊക്കെ പറയുമ്പോ പിന്നെ എന്തായാലും ഒബ്വിയസ്ലി ഒരു സാധനം വരുമല്ലോ. എന്താണ് നിവിൻ അങ്ങനെ പുറത്തു പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടത് വെച്ച് ലൈവില്. പിന്നെ അതിനുശേഷം കേക്ക് മുറി ആഘോഷമായിരുന്നു. പിന്നെ ഞങ്ങൾ ലൈവ് നിർത്തും ചെയ്തു. ഇനിയിപ്പോ എന്താ സംഭവിച്ചത് നമുക്ക് രാത്രി എപ്പിസോഡില് ഓക്കെ ബൈ. അപ്പൊ പൂമ്പാറ്റകൾ ഈ രേണുസുതി പറയൂലോ, ഫ്ലവർ അല്ലടാ ഫയറടാ. ശരിക്കും ശരിക്കും പൂമ്പാറ്റകളാണല്ലേ, ഫ്ലവർ അല്ലടാ ഫയറടാ അവര് അല്ലേ. പക്ഷെ ഈ ആയിക്ക് ഇനി കാണണ്ടെന്താ അറിയോ, ആദിലും നോറി തമ്മിലുള്ള ഒരു ഫൈറ്റ്. ഈവൻ അവര് പ്ലാൻഡ് ആണെങ്കിലോ ഇനി അല്ലെങ്കിലോ ഓർഗാനിക് ആയിട്ടോ എന്താണെങ്കിലും അവര് തമ്മിലുള്ള ഒരു ഫൈറ്റിൽ ആര് അല്ലേ അതൊരു അവരെ ഫൈറ്റ് ആക്കാൻ ബിഗ് ബോസ് കളിക്കും. അവര് ബിഗ് ബോസ് കളിച്ചില്ലെങ്കിലും ദേ ക്യാൻ പ്ലാൻ ഇറ്റ്. അവർക്ക് പ്ലാൻ ചെയ്ത് ഫൈറ്റ് ആക്കാം. അതൊന്നും ഉള്ളിൽ പ്ലാൻ ചെയ്യാൻ പറ്റില്ല, കാരണം ക്യാമറ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ മേ ബി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാരണം അതാണ് മെയിൻ സാധനം, കണ്ടന്റ് അതാണ് അവര്. അതിനുവേണ്ടി അവർ സ്പ്ലിറ്റ് ആവും ചെയ്യും. കാരണം അത് അവർക്ക് മനസ്സിലായില്ലോ എന്തായാലും സ്പ്ലിറ്റ് ആക്കുന്നില്ല. മേ ബി അത് ആദ്യം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ബിഗ് ബോസിനെ പറഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ നിങ്ങൾ കയറിയിട്ട് അങ്ങനെ ബാക്കി ചെയ്യുന്നുണ്ടാവും. അപ്പൊ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഗെയിമേഴ്സിന്റെ എണ്ണം കൂടി വരും കേട്ടോ. അതെ, നീ കുറച്ച് വൈൽഡ് കാർഡും കൂടി ഉണ്ടത്. വൈൽഡ് കാർഡും കൂടി ഭാര്യ വന്ന സെറ്റാ, സീസൺ സെറ്റ് ആവും.